അപ്പം ബാക്ക്ഗ്രൗണ്ടിലൊക്കെ കുറേ ശബ്ദങ്ങളൊക്കെ ഉണ്ടാകാം. കാരണം ഞാൻ പുറത്തു നിന്നാണ് ഓൺ വോയിസ് കൊടുക്കുന്നത്. അപ്പോൾ ഇന്ന് രാവിലത്തെ വീഡിയോ ആണ്. രാവിലെ ആണെങ്കിൽ എഴുന്നേറ്റ് വന്നപ്പോൾ നമ്മുടെ ഇവിടെ പടവലങ്ങയല്ലല്ലോ സംഭവം, കുമ്പളങ്ങയാണോ തടിയങ്കാണോ എനിക്ക് ഒന്നും തിരിച്ചറിയത്തില്ല. തടിയങ്ക, ഓക്കെ. അപ്പോൾ അതിങ്ങനെ പടർന്ന് അത് നമ്മളെ മുകളിൽ നിന്ന് ഇങ്ങനെ പൊട്ടി വീണ് കിടപ്പുണ്ടായിരുന്നു. ഇത് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു, ഇപ്പോൾ തീർന്നു. ലാസ്റ്റുള്ളതാണിത്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. കൊഞ്ചൊക്കെ ഇട്ട് കറി വെക്കാൻ അടിപൊളിയാണ്. അപ്പോൾ ഇന്ന് രാവിലെ മസാല ദോശയാണ്. അമ്മ മസാല ദോശ ഉണ്ടാക്കുകയാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് സഹായിക്കണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന പോലെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ വിചാരിച്ചാൽ എനിക്ക് മുന്നോട്ട് പോകാനും പറ്റും. അതുകൊണ്ട് നിങ്ങൾ പാവപ്പെട്ട ഞങ്ങളെപ്പോലുള്ള യൂട്യൂബേഴ്സിനെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നമ്മളൊക്കെ സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ യൂട്യൂബ് ചാനലൊക്കെ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുമോ. അപ്പം ഇന്ന് അമ്മ മസാല ദോശ ഉണ്ടാക്കി. കാരണം കുറേ വർഷമായി മസാല ദോശ കഴിച്ചിട്ട്. അങ്ങനെ ഇവിടെ മസാല ദോശ അധികം ഉണ്ടാക്കാറില്ല, ഇന്നുണ്ടാക്കി. പിന്നെ അതൊക്കെ കഴിച്ച് പിന്നെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ ഓച്ചിറ വന്നപ്പോൾ അവിടെ നല്ല മഴ. ഇതൊരു 5:30-6 മണിയായ ടൈമിലുള്ള മഴയാണ്. നമ്മളങ്ങനെ അവിടെ ഇങ്ങനെ കയറി നിന്ന് കുറച്ച് നേരം കഴിഞ്ഞ് ഇവിടെ ഇങ്ങനെ നമ്മൾ കടയിൽ വന്നതാണ്. പിന്നെ അത് കഴിഞ്ഞ് കുറേ നേരം കയറി നിന്ന് മഴയൊക്കെ തോന്നപ്പോൾ നേരെ നമ്മൾ കായംകുളം 2-ാം കുറ്റി വന്നു. കാരണം ഞാനിവിടെ പൊതുവേ വരാറുള്ളത് ചായ കുടിക്കാൻ വേണ്ടി മാത്രമാണ്. ചായ കുടിക്കാൻ വന്നപ്പം ബജിയും കഴിച്ച്. കാരണം ഇവിടുത്തെ ബജി ഉണ്ടല്ലോ 20 രൂപയ്ക്ക് 4 ബജിയാണ് ഇവിടെ. മറ്റിടത്തൊക്കെ 3 ബജിയാണ് 20 രൂപയ്ക്ക്. പക്ഷേ ഇവിടെ 4 ബജിയാണ്. അതുമാത്രമല്ല, എന്തോ ഇവിടുത്തെ ചമ്മന്തിക്കൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. കൂടുതലും എനിക്ക് ചായയൊന്നും ഇഷ്ടമല്ലാതെയാണ്. ഈ ഇടകൊണ്ട് എനിക്ക് ചായയോട് ഭയങ്കര പ്രേമമാണ്. ചായ കുടിച്ചുകൊണ്ടേ ഇരിക്കാൻ തോന്നും. പിന്നെ ഒരു ചായ കുടിച്ചാലും വീണ്ടും എനിക്ക് ഈ ചായ കുടിക്കാൻ തോന്നും. ഇത് നമ്മുടെ വീട്ടിൽ ഇടുന്ന ചായ എങ്ങനെയാണോ ആ സെയിം ചായയാണ്. അതുകൊണ്ടാണ് എനിക്ക് കൂടുതലും ഇവിടുത്തെ ചായ ഭയങ്കര ഇഷ്ടം. പിന്നെ അതെല്ലാം കഴിഞ്ഞ് നേരെ വന്ന് ഒരു ബേക്കറി വന്നിട്ട് എനിക്ക് സോഡ നാരങ്ങ വെള്ളം കുടിക്കാൻ താങ്ങിച്ച്. അങ്ങനെ വന്ന് സോഡ നാരങ്ങ വെള്ളമൊക്കെ കുടിച്ച് നേരെ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ. അപ്പോൾ എല്ലാവരോടും ഒന്നുകൂടെ പറയാം, നിങ്ങൾ എൻ്റെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എന്നെ സഹായിക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ.